ഏതൊരു കലാകാരനും അല്ലെങ്കിൽ കലാപ്രേമിക്കും മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലിങ്ങനെ സന്തോഷം വന്ന് നിറയ്ക്കുന്ന ഒരു കലാകാരിയാണ് ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ 2017 നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിറയെ സന്തോഷം തരുന്ന, നമുക്ക് എല്ലാവരുടെ മുമ്പിൽ നമുക്ക് അഹങ്കാരത്തോടുകൂടി പറയാം, ഈ കുട്ടി ഞങ്ങളുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു സ്വത്ത് എന്ന് തന്നെ പറയാം. കാണുമ്പോൾ തന്നെ നമുക്ക് ഉടനെ തന്നെ ഒരു പരിചയക്കേടും തോന്നാതെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന നമുക്ക് പ്രിയങ്കരിയായ സുരഭി ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് സന്തോഷത്തോടെ തന്നെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സുരഭി ലക്ഷ്മിയെ സ്വാഗതം, വെൽക്കം. ഒരുപാട് കലാകാരന്മാർക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞു തീർക്കട്ടെ. കാരണം എല്ലാ കലാകാരന്മാരെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്നേഹം എല്ലാവരുടെ ഉള്ളിലും കൊണ്ടുവരാൻ അല്ലെങ്കിൽ തോന്നിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഒന്നും കൂടെ നമുക്ക് സുരഭിയെ സ്വാഗതം ചെയ്യാം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഈ പുകഴ്ത്തൽ കേട്ടാൽ ആർക്കാണെങ്കിലും ഒരു ചെറിയ തലവേദന വരും, എന്നാലും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പൊ ഉണ്ടായിരുന്ന തലവേദന പോയി കിട്ടിയില്ലേ? ദേശീയ പുരസ്കാരം മേടിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോ ഇതിനു മുമ്പ് സുരഭി അത്രയധികം സുന്ദരിയായിട്ട് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമായിട്ടാണ് അന്ന് സിമ്പിൾ ആൻഡ് നൈസ് എന്ന് പറയുന്ന പോലെ എലിഗന്റ് ആയിട്ട് വളരെ മനോഹരമായ ഒരു നമ്മുടെ തന്നെ കേരള ഇതിൽ തന്നെ നല്ല പച്ച കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് അന്ന് അവിടെ എത്തിയത്. അതിന് തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് ഉണ്ണിയുടെയും ശബരീഷിന്റെയും കൈവിരുത് എന്ന് വേണമെങ്കിൽ അവരാണ് അതിന് സഹായിച്ചത്. ഉണ്ണി PS എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് മാൻ ആയിരുന്നു. പിന്നെ ശബരീഷ് ആയിരുന്നു അതിന്റെ കോസ്റ്റ്യൂം ചെയ്തത്. അപ്പൊ ഞങ്ങള് നേരത്തെ ഇവിടുന്ന് 5ാമത്തെ ആളാന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളും ഞെട്ടി. ഞാൻ ഇത് സ്ഥിരമായിട്ടൊക്കെ കിട്ടുന്നു, നമ്മള് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഒക്കെ 5ാമത് കിട്ടുന്ന ഒരാളാണെന്ന് എനിക്ക് മുന്നേ പോയവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഈ സൗത്ത് സോണിനും നാഷണൽ ഫെസ്റ്റിവലിനും ഒക്കെ പോകുമ്പോൾ ഘോഷയാത്ര അതില് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാരും സാരി എടുത്ത് ഇത് കേരളം, ഇത് തമിഴ്നാട്, ഇങ്ങനെ റാലി പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അതേപോലെ നാഷണൽ ആകുമ്പോൾ നമ്മളെ നാടിനെ പ്രതിനിധീകരിക്കണല്ലോ എന്ന് വിചാരിച്ച് മലയാളിത്തത്തോട് കൂടി പോയത് അക്ഷയകുമാറിനൊന്ന് ഞെട്ടിക്കാൻ. അതിപ്പോ നമ്മൾ ഏതൊരു സാധാരണക്കാരിയാണ് സുരഭി. ദേശീയ പുരസ്കാരം മേടിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്, നാഷണൽ അവാർഡ് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഏതൊക്കെ സിനിമാ നടന്മാരെ എനിക്ക് നേരിട്ട് കാണാൻ കിട്ടുന്നുള്ളതായിരുന്നില്ലേ? അതും എന്റെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അക്ഷയകുമാറിനൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തില് പിടിക്കാസായ സമയത്ത് റഫ് ധരിക്കൂ എന്നൊക്കെയുള്ള ആ പരസ്യം ഞായറാഴ്ച വൈകുന്നേരം TV ആണ്, വേറെ വീട്ടിൽ പോയിട്ട് കാണുമ്പോ ഒക്കെ ഇങ്ങനെ ഉള്ളതാണല്ലോ, കാണുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു 2 വാതിൽപ്പടീന്റെ ഉള്ളിലായിരിക്കുമല്ലോ ഇവർ TV വെക്കുക. ഞങ്ങളുടെ വീട്ടിൽ പയ്യടി പോയിട്ടാണ് ഞങ്ങൾ അന്ന് TV കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അവിടെ ഒന്നും അതുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ചെറിയ വഴീന ആ നേർക്കെ ആളുകൾ ഇരിക്കുള്ളൂ. ഇങ്ങനെ ഇരുന്നിട്ട് ആ വരി ഇങ്ങനെ അടുക്കള വരെ അമ്പലത്തിലെ നട അതെ, ആ നടക്കൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരു ശബ്ദം കൂട്ടാനൊന്ന് അങ്ങോട്ട് നമ്മളോടൊക്കെ പറഞ്ഞാൽ ഓടിച്ചാടി കയറി TV പൂട്ടാനും ഓൺ ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര കൊതിയായിരുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിരുന്ന് കാണണം. അപ്പൊ ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു പരസ്യം. പിന്നെ ഞങ്ങളുടെ നാട്ടില് ദിനേശ് ടാക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്ദ്രപ്രസ്ഥ. 2 ഉണ്ടായിരുന്നത്. രചന എന്നായിരുന്നു ആദ്യം പേര്, പിന്നെ മാറി ഇന്ദ്രപ്രസ്ഥ. പക്ഷേ 2 തിയേറ്ററും നിർഭാഗ്യവശാൽ ഒരു നടി അവിടെ വന്നപ്പോൾ ഇല്ലാതായി പോയി. 2 തിയേറ്ററും പോയി. തിയേറ്റർ അല്ല, ടാക്കീസ്. അപ്പം അവിടെയൊക്കെ ഞാൻ പോയിട്ട് അവിടെ കുറെ ഹിന്ദി സിനിമ, പിന്നെ ടൗണിലൊക്കെ വന്നിട്ട് നമ്മൾ പറയില്ല ഇപ്പൊ അവിടെ ഇപ്പൊ കരിമ്പനെയാണ് റിലീസ് ചെയ്തെന്നൊക്കെ പറയുന്ന പോലെ കുറെ കാലം കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിയേറ്ററിൽ എത്തുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ പോയിട്ട് സിനിമ കാണുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരി അമ്മിഞ്ഞാട്ടുള്ള മോളിന്റെ വീട്ടില് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഹോബി. ആ സമയത്ത് കിലാഡിയൻ കാ കിലാടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കില്ലല്ലോ അക്ഷയകുമാറിനെ ജീവിതത്തിൽ കാണാൻ. അക്ഷയകുമാർ പോട്ടെ, നമ്മൾ ഈ സ്ക്രീനിൽ വരുന്ന പോലും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ആകെ ഒന്ന് കാണാനുള്ള, പിന്നെ സോനം കപൂർ, പിന്നെ വേറെ അതൊക്കെ ആ സമയത്ത് എന്താ പറയാ ഒരു വൈറൽ. ഇപ്പൊ എന്ത് വന്നാലും അപ്പൊ തന്നെ ഫേസ്ബുക്കിലൊക്കെ വൈറലാവും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ചിത്രവും ഇത്. അതെ, ഞാനിങ്ങനെ നെഞ്ചത്ത് കൈപിടിച്ച് നിൽക്കുന്നുണ്ട്. അക്ഷയകുമാർ സോനം കപൂർ നെഞ്ചത്ത് കൈപിടിച്ചിട്ട് ഇങ്ങനെ
ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവരെ എത്തിയിട്ടുണ്ടാവുന്നൊക്കെ. പുള്ളിക്കാരൻ വരുമ്പോ കുറെ ബോഡി ഗാർഡ്സ് ഫൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിട്ടായിരുന്നു വന്ന് കണ്ട ഞാനിങ്ങനെ നിൽക്കുക. വേറെ എന്തോ പ്രശ്നം, അദ്ദേഹത്തെ കാണുന്നില്ല, വേറെ എന്തോ ഒരു പ്രശ്നമാണ് ആയിരിക്കും വിചാരിച്ച് നമ്മൾ നോക്കുന്നു. കാരണം മുന്നേ വേറെ കുറെ ബോഡി ഗാർഡ്സ് ഒക്കെ അല്ലേ. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് എൻ്റെ പുള്ളി എൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് സോനത്തിന് കൈ കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയത്. അപ്പൊ അതിനെ ട്രോളൊക്കെ ഉണ്ട്, പഠിച്ചോനെ അടുത്ത കൈ നമ്മളാണ്. എന്നിട്ട് കൈ തന്നോ? ആ കൈ തന്നു. എന്താണ് പറഞ്ഞത്? അക്ഷയ് ഇത്രയും അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ താങ്ക് യു, സേഫ്റ്റി എന്നൊക്കെ ഞാൻ അത്ര. പിന്നെ ഞാൻ ഈ റഫ് ആൻഡ് ടഫിന്റെ കഥയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലായോ എന്തോ എന്തായാലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുള്ളി. പിന്നെ നമ്മളെ ഇവരെ അഷിക്കായും പിന്നെ ദിലീഷ് പോത്തൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. MA MPhil ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ദിലീഷും പിന്നെ എന്താണ് ശ്യാമേട്ടനൊക്കെ സമ്മാനം വാങ്ങിക്കാൻ പോകുമ്പോൾ സൗമ്യം വരെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചിട്ടുണ്ട് ദിസ് ഇസ് യുവർ ഫിലിം. നോ സർ, ദിസ് ഇസ് മൈ ബ്രദർ ഫിലിം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു ഞാൻ എല്ലാവരെയും അങ്ങനെയാ പറഞ്ഞു, എൻ്റെ ബ്രദറിന്റെ ഫിലിം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചത്. പിന്നെ സോനം കപൂർ മിഠായിയൊക്കെ തന്ന് അതൊക്കെ. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല പ്രസിഡന്റ് ഇരിക്കുമ്പോ. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് വന്നപ്പോ മിഠായിയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച്. അങ്ങനെ അവിടെ കുറെ ചിട്ടവട്ടങ്ങളും റൂൾസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ, പരിചയമില്ലാന്ന് പറയാം. ഇനി അതൊരു ശീലമാവട്ടെ. ഇനി അതൊരു ശീലമാവട്ടെ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇതൊരു ശീലാക്കിയാ കൊള്ളാലോ എന്ന്. അങ്ങനെ അതൊരു ശീലമാവട്ടെ. ഈ മലയാളം മാത്രമല്ല, ഒരുപാട് ഭാഷകളിൽ എന്താ പറയുക, മലയാളത്തിൽ മികച്ച സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രാദേശിക ഭാഷകൾ ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ അഭിനയിക്കാൻ വിചാരിച്ചു തോന്നുന്നു. നമ്മളും ബംഗാളിന്റെ ആണോ? അതെ അല്ലെ. പിന്നെ ഒരേപോലെ ട്രഡീഷണൽ ഏകദേശം. അദ്ദേഹം ബംഗാളാണെന്ന് തോന്നുന്നു അല്ലെ. അപ്പോ അദ്ദേഹം വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഒന്നും പറയാൻ. ഒരു താങ്ക്സ് ഉണ്ടെങ്കിൽ പറയാനേ നമസ്തേ മാത്രമേ പറയാൻ പാടുള്ളൂ. അദ്ദേഹം ഇനി തെറ്റിദ്ധരിച്ചു ആവോ ഞാൻ എന്റെ ഒരു ബംഗാളി. അപ്പോ ഈ കിട്ടിയ ദേശീയ പുരസ്കാരം അത് വീട്ടിലിങ്ങനെ എല്ലാവരും കേറുമ്പോ തന്നെ കാണുന്ന ഒരു സ്ഥലത്താണോ? കുറെ ദിവസം അങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ എല്ലാരും ഇപ്പൊ എന്റെ നാട് നിങ്ങൾക്ക് അറിയാം, നരിക്കുനി എളൈറ്റിൽ വട്ടോളിയൊക്കെ അതൊരു ഗ്രാമ പഞ്ചായത്ത് ആണ്. അപ്പോ അവിടെയുള്ള ഒരുവിധം ആളുകളൊക്കെ വരികയും കാണുകയും എല്ലാവരും തൊട്ട് നോക്കുകയും എടുത്തു നോക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ വീടിനടുത്തൊക്കെ ഉള്ളവരൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനത് എടുത്ത് വെച്ചിരിക്കുക. ഞാൻ എങ്ങോട്ടും പോകുമ്പോ ഞാൻ എടുത്ത് പെട്ടിയിലാക്കി വെക്കും. അവിടെ എത്തുമ്പോ ഞാൻ എടുത്ത് വെക്കും. ആദ്യം കുറെ ദിവസം അവിടെ എല്ലാവർക്കും കാണാനും തൊടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കരിയറിൽ വളരെ നേരത്തെ കിട്ടിയ ഒരു പുരസ്കാരം ഞാൻ പറയില്ല, കാരണം 10 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ദേശീയ പുരസ്കാരം എന്നെ തേടി എന്തെങ്കിലും അത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അയ്യോ, അതിപ്പോ എന്തായാലും ഇപ്പൊ ഓസ്കാറിന്റെ ആഗ്രഹം. അവന് ആഗ്രഹങ്ങൾ നമുക്ക് എന്തായാലും അത് നിക്കരുതല്ലോ. നിന്നാ പിന്നെ നമ്മളൊന്നും ചെയ്യാനും മടിച്ചു. ദേശീയ അവാർഡ് ഒരു 60 വയസ്സാവുമ്പോ KPSC ലളിതാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്, എന്റെ പിൻഗാമികളായിട്ട് ഞാൻ കാണുന്നത് സുരഭി ലക്ഷ്മി, മഞ്ജു പിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളുണ്ടായിരുന്നു, വീണ. അപ്പൊ അതിൽ ഫസ്റ്റ് പേര് അച്ചടിച്ചപ്പോ ആയിപ്പോയതാണോന്ന് അറിയില്ല. എന്നാലും മഞ്ജു ചേച്ചി എന്നോട് ക്ഷമിക്കണം, മഞ്ജു പിള്ളയാണ്, വാരരല്ല. അപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം വന്നത് സുരഭിയുടെ പേരായിരുന്നു. ആദ്യം വന്നത് എന്റെ പേര്. അപ്പൊ എനിക്ക് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോ ഒരു അദ്ദേഹമൊക്കെ അങ്ങനെ പിന്നെ ലളിതാമ്മയൊക്കെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിക്കളയാം. അല്ല, ഏത് സഹനടിക്കുള്ളത് എപ്പോ 60-70-കളാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സമയം. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കാലത്ത് ഇത് വിട്ടുപോകാൻ ഒരു ഉദ്ദേശമില്ലല്ലേ? അല്ലേ, അതിങ്ങനെ ഒന്ന് പാകപ്പെടും എന്നുള്ള ഒരു. അല്ല, അതിനിടയ്ക്ക് നമ്മളുടേതായിട്ടുള്ള തിരക്കുകൾ പോവാൻ വീണ്ടും തിരിച്ചു വരാലോ. നമ്മൾ എല്ലാ ഇതിലുള്ള ഏജിലുള്ള ആളുകളും സിനിമയിലുണ്ടല്ലോ. മുത്തശ്ശിയൊക്കെ ആയിട്ട് ആണെങ്കിൽ എങ്ങനെയായാലും വരാലോ. അപ്പൊ വേറെ ജോലിക്കൊക്കെ റിട്ടയർമെന്റ് ഉണ്ടല്ലോ. ഇതിനതില്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ശ്വാസം തീരുന്ന വരെ നമുക്ക് വന്ന് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് കിട്ടുന്നതിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പം ഇത് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ. അതും ഞാൻ എല്ലായിടത്തും പറഞ്ഞ് മടുത്ത്. എന്നാലും കൈരളി ചാനലിലുള്ള പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം, ഒന്നും കൂടി ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് പാർവതി ചേച്ചിന്ന് വിളിക്കണം. കുട്ടി, അതെ കുട്ടി, ഈ കുട്ടിക്ക് അറിയാത്തോണ്ട് പറയാണ്. ഞാൻ ഇത്
ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് 10ഓളം സിനിമകളാണ് പിന്നെ ദേശീയ ചലച്ചിത്രമേളയിൽ മത്സരിക്കാനാവുന്നത്. അതിൽ വിനായകൻ നടൻ്റെ കാറ്റഗറിയിൽ വിനായകൻ്റെ പിന്നെ കമ്മട്ടിപ്പാടത്തെ വിനായകൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ മിന്നാമിനുങ്ങ സുരഭിയുടെ പ്രകടനവും മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുടെ ഇടയിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. ന്യൂസിലും പ്രതീക്ഷ ഇട്ടു. പ്രതീക്ഷ. അപ്പൊ പിന്നെ ഈ പ്രതീക്ഷ നൽകുന്നത് ഒരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. എല്ലാ സമയത്തും ഇതിങ്ങനെ ഇതെന്നെ ചിന്തയിലുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഒരു സഹനടിക്കല്ല, ഒരു പരാമർശം. സ്റ്റേറ്റ് അവാർഡിൽ എനിക്ക് പരാമർശമായിരുന്നു. അപ്പൊ എന്നെ എല്ലാവരും പരാമർശം സുരഭി തന്നെ എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കി വിളിക്കാറ്. അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്ന് ആ മിന്നാമിനുങ്ങ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ എൻ്റെ ലൈഫിൽ വന്നതാണ്. എൻ്റെ ഒരു നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. സുരഭി ലക്ഷ്മി എന്നുള്ളൊരു പേര് ആളുകൾ എല്ലാവർക്കും അറിയാം, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ അറിയാം. പക്ഷെ എന്നാൽ കൂടി അല്ലാത്തൊരു രീതിയിലേക്ക് അറിയപ്പെട്ടത് നമ്മളിനി ജീവിതത്തിൽ ഇനി ഒരു ദേശീയ അവാർഡൊക്കെ കൂട്ടിയാൽ കൂടുമെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു തുടക്കമായിരിക്കും. ഇനി ചറ പറയുന്നൊക്കെ എപ്പോഴും ചറ പറയുന്നത് എനിക്ക് വേണ്ട. ഞാൻ സ്വീകരിച്ച് അത് കഴിഞ്ഞിട്ടുള്ള സ്വീകരണങ്ങൾ അല്ല, അതൊരു ഭാഗ്യമാണ്. ചില സമയത്ത് എന്നെ എനിക്ക് തലവേദന ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സ്വീകരിക്കുമെന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ ചിലപ്പോൾ. അപ്പോൾ ചിലവരൊക്കെ എനിക്ക് ഓഫർ ഉണ്ട്, നിനക്ക് എപ്പം നിന്നെ സ്വീകരിക്കണം എന്ന് തോന്നുന്നു അപ്പം നീ ഞങ്ങളെ വിളിച്ചാൽ മതി, നിന്നെ അപ്പം സ്വീകരിക്കും. അപ്പൊ അതെപ്പോ വരുന്നൊന്നും അറിയില്ല. എന്നാലും മിന്നാമിനുങ്ങ എൻ്റെ ജീവിതത്തിൽ ഒരു നടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഊർജം തന്നെയാണ്. ഇപ്പൊ എന്തായാലും സിനിമ റിലീസാകാൻ പോകുന്നതല്ലേ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ മിന്നാമിനുങ്ങ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രം, ഈ ദേശീയ പുരസ്കാരം നേടിത്തന്ന കഥാപാത്രം, ഇതുവരെ ചെയ്തതൊക്കെ വളരെ വ്യത്യസ്തമാണോ, അല്ലെങ്കിൽ അതേപോലെയൊക്കെ എവിടെയൊക്കെയോ പണ്ട് ചെയ്ത ഏതെങ്കിലുമൊക്കെ ക്യാരക്ടറിന്റെ ഒരു സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും മേക്ക് ഡൗൺ ആണ്. ആദി, വ്യാധി, വേവലാതി, കഷ്ടപ്പാട്, ദുരിതം, സങ്കടം, അതിനനുസരിച്ചുള്ള മേക്കപ്പ്. എന്റെ ഇതിനേക്കാളും ഒരു 15 വയസ്സ് കൂടുതൽ, പിന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ ഒരു 10-15 ദുരിതം, ദാരിദ്ര്യം, നമുക്ക് തിന്നാൻ പോലും ഗതിയില്ല എന്നൊക്കെ ഉള്ള അവസ്ഥയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കഥാപാത്രവും അതേപോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നല്ലൊരു ജീവിതമുണ്ട്. ഇതെന്റെ പ്രൊഫൈലിൽ എനിക്ക് വെക്കാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും കാണുന്ന കുറേ സ്ത്രീകൾ, ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോൾ കുറേ ചേച്ചിമാരെ ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നവരും അല്ലാതെ ഫ്ലാറ്റിൽ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ നല്ല ഗംഭീര വേഷത്തിലൊക്കെ ആയിരിക്കും. പിന്നെ ചോറും പാത്രം ചൂട് പറക്കുന്നൊരു ചോറും പാത്രം നമ്മളൊന്ന് കൈ തട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴൊക്കെ രാവിലെ 7 മണിക്കൊക്കെ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ ആരെങ്കിലും ഉണ്ടാക്കി തരും. ഈ 7 മണി ആകുമ്പോഴത്തേക്കും ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെപ്പോൾ എണീക്കണം? അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കെങ്കിലും എണീക്കണ്ടേ? 4 മണിക്ക് എണീക്കാൻ ഒരു 3:45 അലാം വെക്കണ്ടേ? 4 മണിക്ക് എണീറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം കുട്ടികളുടെയും ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചോറും പാക്ക് ചെയ്ത് ഒരുങ്ങി ബസ്സിന് അവർ ഓടിയെത്തി തിരിച്ച് അവർ വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി 9 മണി, 8 മണി, 8:30, 9 മണിയാവും. പിന്നെ ഇവർക്ക് എവിടെയാണ് കിടന്ന് ഉറങ്ങാൻ സമയം? ഇവർക്ക് എപ്പോഴും അലക്കാൻ സമയം? എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവരെന്തൊക്കെ ജോലികൾ ചെയ്യണം എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ ഇവരെയൊക്കെ പലപ്പോഴും ഇങ്ങനെ നോക്കലുണ്ട്. പലപ്പോഴും ഇവർ ബസ്സിൽ നിന്നാണ് ഉറങ്ങുക. ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ട്രെയിനിൽ പച്ചക്കറി ഏരിയയിലും അങ്ങനെയുള്ള ആളുകളെ ഇവരൊക്കെ നമ്മളെ പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന കുറേ കഥാപാത്രങ്ങളുടെ ഒരു ആകെത്തുകയാണ് മിന്നാമിനുങ്ങിലെ ഈ ഒരു ക്യാരക്ടർ. അതിന് പേരില്ല, ആരെ വേണമെങ്കിലും നമുക്ക് അതിനോട് ഉപമിക്കാം. അങ്ങനെ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയുടെ ഒരു കഥയാണത്. അതിൽ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റബേക്ക, എന്നെ സഹായിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് നമ്മുടെ പ്രേംപ്രകാശ് സാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനായിട്ട് ബാലുജി, പിന്നെ എൻ്റെ കൂടെ കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറുണ്ട്. അദ്ദേഹമാണ് ഞാൻ കോഴിക്കോടൻ ശൈലിയിൽ നിന്ന് ഇപ്പോൾ സ്ക്രിപ്റ്റിലൊന്നും മാറ്റങ്ങൾ വരാതെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തിരുവനന്തപുരത്തിന്റെ കാറ്റ് വീശിപ്പിച്ച് തന്നത് ആ സിനിമയ്ക്ക്. അപ്പൊ അതിൽ ഞാനൊരു തിരുവനന്തപുരംകാരിയായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് സുരഭിയെ സംബന്ധിച്ച് അതൊരു എളുപ്പമുള്ള ഒരു കാര്യമാണോ? വേറൊരു ഭാഷ പെട്ടെന്ന് ഭാഷയല്ല, ഒരു സ്ലാങ് അല്ല. ഞങ്ങൾ കോഴിക്കോടുള്ളവർക്ക് കോഴിക്കോടുള്ളവർക്കൊക്കെ അങ്ങനത്തെ ഒരു കഴിവുണ്ടോ? കൂടുതൽ ഒരു 80% കോഴിക്കോട് ആ ഭാഗത്തുള്ളവർക്ക് പൊതുവെ എല്ലാ ശൈലിയും എല്ലാവർക്കും വഴങ്ങായിരിക്കും. പക്ഷെ ഞങ്ങളത് പറയാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം പറയുമ്പോഴത്തേക്കും കൊഞ്ഞു വരും, ഒരു കൊഞ്ഞു വരുന്നതല്ല ശരിക്കും കോഴിക്കോടൻ ഭാഷ. ചില ആളുകളൊക്കെ മിമിക്രിയിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അപ്പം പക്ഷെ കോഴിക്കോട്ടുകാർക്ക് കുറച്ചും കൂടിയും എളുപ്പമാണെന്ന് തോന്നുക
അത് പറയാൻ പറ്റിയ ബാക്കിയെല്ലാം പറയാൻ പറ്റും തോന്നുന്നു. എന്താ നാഷണൽ അവാർഡ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു അഭിനേത്രി. അപ്പോൾ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ഏതോ ആയിക്കോട്ടെ, മറാഠിയോ ബംഗാളിയോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചെയ്ത ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ട് അവരുടെ അടുത്ത് ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂന്ന് പറയണമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് പ്രൊജക്റ്റിന്റെ പേര് പറയും? അയ്യോ, സത്യസന്ധമായിട്ട് പറഞ്ഞ അങ്ങനെ എനിക്കിപ്പോ മിന്നാമിനി ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ ചെയ്ത ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ കൂടി അയാളും ഞാനും തമ്മില് തിരക്കഥ, പിന്നെ ഗുൽമോഹർ, പിന്നെ എന്ന് നിന്റെ മൊയ്തീൻ, അങ്ങനെയൊക്കെയുള്ള ചുരുങ്ങിയ ചില റോളുകൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സംഭവങ്ങളുള്ളൂ. അതൊക്കെ കാണിച്ചു കൊടുക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറയും, നിങ്ങളൊരു ഇത് വെച്ചോളൂ, എന്താ പറയാ, സ്ക്രീൻ ടെസ്റ്റ് വെച്ചോളൂ. നിങ്ങൾ പറയുന്ന ഹിന്ദിയിലോ മറാഠിയിലോ ഗുജറാത്തിയിലോ ഏതിൽ വേണമെങ്കിലും എളുപ്പം. പേരിനോടൊപ്പം പോലെ തന്നെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന അമ്മുമ്മ, ലക്ഷ്മി അമ്മുമ്മ എന്ത് പറഞ്ഞു? അമ്മമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നാഷണൽ അവാർഡ്. ഞാൻ പറഞ്ഞതാ, നിങ്ങൾ പ്രാർത്ഥിച്ചോളിട്ടോ, ഒരു അവാർഡൊക്കെ കിട്ടാ, ഇതിന് അവാർഡിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അമ്മമ്മ 24 മണിക്കൂർ ഞങ്ങൾ പൂജാസ്ത്രീ എന്നാ പറയാ, പൂജയായി 24 മണിക്കൂറും പൂജ. അപ്പൊ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ തുടങ്ങും, ഒരു 8 മണി വരെ ഞങ്ങൾക്ക് ഒരു സൂര്യ ഉണ്ടാവില്ല. അപ്പോ അപ്പോഴും പ്രാർത്ഥനയും അതുപോലെ തന്നെ രാവിലെയൊക്കെ തന്നെ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടാക്കൂട്ടോ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് അമ്മ തന്നെ ചെയ്യുന്നതാ. അപ്പൊ ഞാൻ നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചോളിട്ടോ, എനിക്കൊരു പരാമർശമെങ്കിലും കിട്ടാനെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ. പിന്നെ ഒരു മാസത്തേക്ക് ഞങ്ങളുടെ വീട് കല്യാണ വീട് പോലെയായിരുന്നു. ആളുകൾ വരുന്നതും അഭിനന്ദിക്കുന്നു, അങ്ങനെ പ്രോഗ്രാമിനെ വിളിക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ അമ്മമ്മയ്ക്ക് ഒന്നും നടക്കുന്നില്ല, പൂജയും വിളക്കത്തിക്കലും ഒന്നും നടക്കാൻ പറ്റും, ഒക്കെ മുടങ്ങിയപ്പോ പറയും, ഓ ഇത് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കൂലായിരുന്നു. എന്റെ പൂജ മുടക്കിയിട്ടുള്ള പരിപാടി അല്ല, അവർക്ക് നമ്മളും വിചാരിച്ചില്ല, അവരും വിചാരിച്ചില്ല, എല്ലാരും. അതേപോലെ എന്റെ ചേച്ചിന്റെ മോളോട് ഞാൻ നാഷണൽ അവാർഡിന് പോയിട്ടുണ്ട്, അത് കിട്ടിയാ നിനക്ക് ഞാൻ സ്കൂട്ടി മേടിച്ചു തരും. അവന് ഓരോരുത്തർക്കും അങ്ങനെ വാഗ്ദാനം കൊടുത്തു, പക്ഷെ കിട്ടി. അപ്പൊ അവര് പോയി, പിന്നെ അവരുടെ അമ്പലത്തിൽ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാക്കി സൂക്ത ചെയ്തിട്ടുണ്ട്. സ്കൂട്ടി മേടിച്ചു കൊടുത്തു? സ്കൂട്ടി മേടിച്ചു കൊടുത്തില്ല, ഇത് കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. വലിയ വാഗ്ദാനങ്ങൾ, ഡയമണ്ടിന്റെ മാല, മൂത്തൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പറയും, സിനിമ കിട്ടട്ടെ എന്നിട്ട് ലിസ്റ്റിലുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും അവകാശമായി, അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയതല്ലേ. അപ്പൊ അങ്ങനെ നീ നേടിക്കൊടുക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടി നേടിക്കൊടുക്കേണ്ട, അതെ, വഴിപാട് തിരിച്ചടക്കേണ്ട സമയമായിരിക്കണം അല്ലെ. ഇപ്പൊ അംഗീകാരത്തെ പറ്റി പറയുമ്പോ സുരഭി പഠിക്കുന്ന കാലം മുതല് സുപരിചിതയാണെന്ന് ഞാൻ പറയും. അംഗീകാരങ്ങൾക്ക് സുപരിചിതയാണ്. BA ഭരതനാട്യത്തിൽ ഫസ്റ്റ് റാങ്കോടുകൂടിയാണ് പാസ്സായിരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല, അന്ന് പാസ്സായി പോയി. ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലേ? ഫസ്റ്റ് റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് MA ഇതില് നാടകത്തില്, പിന്നെ MPhil എടുത്തു, ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിത്തം അടുത്ത കാലത്തേക്ക് നിർത്താൻ ഉദ്ദേശിച്ചത്. അതായത് പിന്നെ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പെട്ട് ആ അന്തരീക്ഷത്തില് യൂണിവേഴ്സിറ്റി നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ PhD എത്തി, ഒരു ഡോക്ടറേറ്റ് വാങ്ങാണ്ടല്ല, മിനിമം 1-2 എണ്ണം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അതാ യൂണിവേഴ്സിറ്റിന്റെ ഒരു ആകർഷണമാണ്, ഒരു ഗുരുത്വാകർഷണം ഉണ്ട്. എനിക്ക് സത്യത്തിൽ ഡാൻസ് ഭയങ്കര പേടിയും കൂടിയാണ്. എനിക്ക് റാങ്ക് തന്നെ പേടിപ്പിച്ച് എന്നെ ഒതുക്കിയതാണെന്ന് ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ സാർമാരോട് പറയും. ഇനി മേലെ നീ ഡാൻസ് ക്ലാസിന്റെ പരിസരത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോക്കോണം എന്ന് പറഞ്ഞിട്ട് തന്ന പോലെയാണ് ഞാൻ വേണു സിന്ധു ടീച്ചറോടൊക്കെ പറയും. ഞാൻ എപ്പോഴും ഡാൻസ് കളിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ അധ്യാപകർക്ക് വിഷമമില്ലേ? ചോദിക്കും, ഓ അവള് ഡാൻസ് കളിക്കില്ലേ, സമാധാനം പൊക്കോട്ടെ പറയില്ല. കാരണം അവര് ഭയങ്കര സ്നേഹവും ഇതൊക്കെയാണ്. കാരണം ഞാൻ പല റിയാലിറ്റി ഷോയിലും അതിലും ഇതിലും ഒക്കെ പോയി, അല്ലെങ്കിൽ ഇടയ്ക്ക് സിനിമയ്ക്കും അതിനൊക്കെ പോയി പലപ്പോഴും ലീവൊക്കെ ആയിരിക്കും. ഞാൻ ഈ രാത്രി കുത്തിന്നിട്ടാണ് ഇത് മുഴുവൻ പഠിക്കുക. ഒരു 5-6 ഐറ്റം ഒരുമിച്ച് പഠിച്ചിട്ടേക്കും പോവുക. അപ്പൊ ഞാൻ എല്ലാ പാട്ടും നോക്കും, അതിന്റെ എല്ലാ അർത്ഥം കണ്ടുപിടിക്കും. അപ്പൊ ഒരു 4-5 ആവർത്തി പാടുകയൊക്കെ ചെയ്യുമല്ലോ. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട്, ടീച്ചറെ, സിന്ധു ടീച്ചറെ, എന്തിനു വന്നതാ സുരഭി, നാണം കെടുത്തരുത്, പറ്റില്ലെങ്കിൽ ഇത് നിർത്തി പൊക്കോന്നറിയോ. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കാല് തൊട്ട് വേണം. പിന്നെ മൃദംഗത്തിന്റെ സാറോട് പറയും, താളമൊന്നും നോക്കണ്ട മാഷേ, ഞാൻ ചവിട്ടുന്നതിനനുസരിച്ച് കൊട്ടിയാൽ മതി. പിന്നെ ഫ്ലൂട്ട് വായിക്കുന്ന സാറിന്റെ അടുത്ത് ഒരു നീട്ടി വായിച്ചോളം പറയും. ഞാൻ ചിലപ്പോൾ അഭിനയിച്ചൊന്നും തീരൂല. അങ്ങനെ പിന്നെ ഡാൻസ് ക്ലാസ്സിൽ എൻ്റെ ഒരു ഇംപ്രവൈസേഷൻ്റെ ഒരു സെക്ഷൻ അങ്ങോട്ട് തുടങ്ങും. അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ മുദ്രയൊക്കെ വെച്ചിട്ടും മുഖമൊക്കെ വെച്ചിട്ടും ഇരുന്നിട്ട് തന്നെയാണെങ്കിലും ഒരു 2-3 പ്രാവശ്യം ഇല്ലേ എന്നാണ് 2-3 പ്രാവശ്യമൊക്കെ പിണങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ടൊക്കെ ഇതാക്കും. അപ്പൊ ടീച്ചർ
ഇവിടുന്ന് വേറെ ഞങ്ങൾ പഠിപ്പിച്ചൊന്നുമില്ല, ഒരെണ്ണമൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന്. അല്ല, ഇപ്പൊ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എന്തൊരു അക്രമവും അനീതിയും കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു വിപ്ലവകാരി സുരഭിയുടെ ഉള്ളിലുണ്ടായിരുന്നു? ഞാനത് അന്ന് പ്രതികരിച്ചത് ഈ അക്രമവും അനീതി കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല. നമ്മള് നേരിട്ട് ഒരു പ്രശ്നം, നമുക്കൊരു 65 രൂപ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് കുട്ടി ഉദ്ദേശിച്ചത്. അതല്ലേ ഉദ്ദേശിച്ചത്? അതൊരു ടോളിലേക്കാണോ പോയത്? ടോൾ ഒരു സംഭവം, അതുപോലെ അല്ല ഞാൻ ചോദിച്ചതാ, ടോള് ഒരു സംഭവം വന്നോണ്ടാണ് അങ്ങനത്തെ സുരഭിയിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു വിപ്ലവകാരി ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പൊ ആ വിപ്ലവകാരി ഉള്ളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നോ എന്ന്. എല്ലാത്തിലും നമ്മള് എല്ലാ പ്രോഗ്രാമുകളും അനാവശ്യമായിട്ട് ഒതുങ്ങി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അല്ല, അങ്ങനെയല്ല. കോളേജിൽ പഠിക്കുമ്പോൾ മാക്സിമം എല്ലാ എല്ലാ കൂതറ പരിപാടിയിലും ഞങ്ങൾ ഉണ്ടാവും. എല്ലാ പരിപാടി അലമ്പാക്കുന്നതും ഞങ്ങളായിരിക്കും, ഉണ്ടാക്കുന്നതും ഞങ്ങളായിരിക്കും, അതിന് ബദലായിട്ട് ഉണ്ടാക്കുന്നതും. അങ്ങനെ എല്ലാത്തിലും ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അറിയാം, യൂണിവേഴ്സിറ്റിന്റെ അവിടെ എവിടെയെങ്കിലും പോയി ചോദിച്ചാൽ എന്നെ പറ്റി ചോദിച്ചാൽ മതി. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ. ഇപ്പൊ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, പഴയ പോയ ചേട്ടന്മാർ പറഞ്ഞു കൊടുത്തിട്ട് പോയിട്ടുണ്ടാവും, അവർക്ക് ചോദിച്ചാൽ അറിയാം. ഇപ്പൊ ഈ ദേശീയ പുരസ്കാരം കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും വലിയ മാറ്റം ജീവിതത്തിൽ സംഭവിച്ചോ? ഓഫറുകൾ കൂടുതൽ വരാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ നായികയായിട്ടുള്ള ഓഫറുകൾ കൂടുതൽ വരാൻ തുടങ്ങിയോ? നായികയായിട്ടുള്ള ഓഫറുകൾ ഉണ്ട്, പക്ഷെ അതൊക്കെ മലയാളത്തിൽ നിന്ന് അല്ലാണ്ട് വേറെ ഭാഷയിൽ നിന്ന് വന്നോ? മലയാളത്തിൽ നിന്നല്ലാണ്ട് വേറെ ഭാഷയിൽ നിന്നൊന്നും വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ കൂടുതലും അവാർഡ് പടങ്ങൾ ആ ഒരു ഇതില്. ഇതൊരു അവാർഡ് പടം അല്ല. ഇപ്പൊ മിന്നാമിനുങ്ങ് ഒരു അവാർഡ് പടം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തേണ്ട ഒരു സിനിമയല്ല. ഒരു എല്ലാവരും അവാർഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ നമുക്ക് ഭയങ്കര ബോറടിക്കൂല എന്നുള്ളതാണ് എനിക്ക് തരാൻ. അവർ സീൻസ് ഭയങ്കര ലാഗ് ചെയ്യുന്നു, ഭയങ്കര ബോറടി, അങ്ങനെയുള്ള ഒരു ഫീല് ഞാൻ സത്യസന്ധമായിട്ട് പറയാട്ടോ. എനിക്കിതിനെ പറ്റി എങ്ങനെയാണ് എത്രത്തോളം പുകഴ്ത്തണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം, തൻകുഞ്ഞ് പൊൻകുഞ്ഞ് വെച്ചിട്ടും അല്ല പറയുന്നത്, ബോറടിപ്പിക്കില്ല എന്നുള്ള ഒരു നല്ലൊരു ഫീലുള്ളൊരു സിനിമ എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. നമുക്കൊരു വിലപിടിപ്പുള്ള ഒരു പെട്ടി, ദേശീയ അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെട്ടി കിട്ടി. അതിലേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ അതിലിങ്ങനെ നിറച്ച് നമ്മൾ മരിക്കാറാവുമ്പോഴത്തേക്ക് അത് അടച്ചു വെച്ചാൽ മതി. അപ്പൊ മിന്നാമിനുങ്ങ് എന്ന സിനിമ ഇപ്പൊ തന്നെ റിലീസാവും, ഞങ്ങൾ എല്ലാവരും പോയി കാണും. തീർച്ചയായിട്ടും കാണണം, എല്ലാവരും കാണണം. എന്നിപ്പോൾ എല്ലാ സിനിമയും നമ്മൾ പറയാറുണ്ട് എല്ലാവരും കാണണമെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതും കൂടി ആയ സ്ഥിതിക്ക് ഒരു അവാർഡ് പടമായിട്ട് ഇതിനെ തള്ളിക്കളയാതെ എല്ലാവരും കണ്ടിട്ട് എല്ലാ കാര്യത്തിനും എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രേക്ഷകരുടെ അംഗീകാരവും കൂടിയും വേണം. അപ്പൊ അതും കൂടി എനിക്ക് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്തായാലും നിങ്ങളെ പൈസ എന്തായാലും പോയി പോകില്ല. അതെ അല്ലെ? അപ്പൊ ഇപ്പൊ ദേശീയ പുരസ്കാരം ലഭിച്ച നടിമാരെ പറയുന്നത് ഉർവശി എന്നൊരു വാക്കുകൂടെ ചേർത്തിട്ടാണ്. ഉർവശി വിട്ട് നമുക്ക് ഭരത് പിടിക്കാം. ഭരത്, സുരഭി, ലക്ഷ്മിക്ക് നമ്മൾ തൽക്കാലം ഒരു വിട വാങ്ങാൻ സമയമായി. ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കണ്ട, എല്ലാരും ഒന്ന് പോയിട്ട് മിന്നാമിനുങ്ങ് സിനിമയൊക്കെ ഒന്ന് കണ്ടാലേ കേട്ടോ. എല്ലാരും കണ്ടാലേ. അപ്പൊ നമുക്ക് അടുത്ത സിനിമ വരുമ്പോ വീണ്ടും വിശേഷങ്ങളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. ഒരുപാട് നന്ദി സഹോദരി. താങ്ക് യു.